Good morning, all. Good morning, ma'am. Good morning, ma'am. Good morning, ma'am. Good morning, ma'am. എന്ത് പറ്റി? നമ്മുടെ സ്ട്രെങ്ത് വളരെ കുറവാണല്ലോ. മഴയൊക്കെ ഉണ്ടോ? മഴയൊക്കെ കുറഞ്ഞു എല്ലാവരുടെയും? കുറഞ്ഞു. ഇന്നില്ല. ഇന്നില്ല വെയിലുണ്ടെന്ന്. ഓക്കെ, എവിടെയത്? എവിടെ സ്ഥലം? എറണാകുളം തൃപ്പൂണിത്തുറ. തൃപ്പൂണിത്തുറ. ഓക്കെ. ഇപ്പൊ രാവിലെ വെയിലായിരുന്നു, ഇപ്പൊ നല്ല മഴയുണ്ട്. ഓക്കെ, അതുകൊണ്ടാണ് മഴയാണ്. ഓക്കെ ഓക്കെ. വേറെ എല്ലാവരും സേഫ് ആണല്ലോ? വേറെ ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ? ആരുടെയും ഏരിയയിൽ പ്രശ്നമൊന്നും ഇല്ലല്ലോ? ഇല്ല. ഓക്കെ ഓക്കെ. അപ്പോ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. സ്ട്രെങ്ത് അപ്പ് ഇത്തിരി കുറവുണ്ട് അല്ലെ? അപ്പോ എനിക്ക് തോന്നുന്നു മഴയും റേഞ്ചിന്റെ പ്രശ്നങ്ങളൊക്കെ ആയിരിക്കാം അല്ലെ? അതായിരിക്കാം. കുഴപ്പമില്ല, എല്ലാം റെഡി ആയിക്കോളൂ കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മളിന്ന് ഒരു പുതിയൊരു ചാപ്റ്റർ ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. അത്യാവശ്യം നമുക്ക് ഇതുവരെയുള്ള കുറെ ചാപ്റ്റേഴ്സിലൊക്കെ നമ്മൾ പഠിച്ചു വന്നിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ കൂടി ചേർത്തിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ല. അങ്ങനെ ജസ്റ്റ് ഒന്നും ഇല്ലാത്തതിനെ പറ്റി ഒന്ന് അറിഞ്ഞിരിക്കാൻ മാത്രം നോക്കാം. മെഡിക്കൽ എക്യുപ്മെന്റ്സ് അല്ലെ? നമ്മള് ഇത്രയും ചാപ്റ്ററുകളിലെ ഒരു ഹോസ്പിറ്റലിലെ കാര്യങ്ങളൊക്കെ പഠിച്ചു അല്ലെ? അപ്പൊ ഹോസ്പിറ്റലിൽ ഉപയോഗിക്കുന്ന എക്യുപ്മെന്റ്സുകളും ഓരോ ഡിസീസസിനുള്ള കാര്യങ്ങളും അല്ലെങ്കിൽ അതിന്റെ ഒരു ഡയഗ്നോസിസിനും മറ്റും ചെയ്യുന്ന കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഓരോ ചാപ്റ്ററിലൂടെയും ഇത്രയും ഡിസ്കസ് ചെയ്തത് അല്ലെ? അപ്പൊ നമ്മൾ ഇനി നോക്കാൻ പോകുന്നത് ആ ഹോസ്പിറ്റലുകളിലെ മെഡിക്കൽ എക്യുപ്മെന്റ്സുകൾ എന്തൊക്കെയാണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ അതെ, നിങ്ങൾ ഒരു ഹോസ്പിറ്റലിലേക്ക് ചെല്ലുമ്പോൾ കണ്ടിട്ടുള്ള എക്യുപ്മെന്റ്സ് ഏതൊക്കെയാണ്? ഒരാളൊന്ന് പറയാമോ? എക്യുപ്മെന്റ്സുകൾ നമ്മൾ അത്യാവശ്യം നോർമലി കണ്ടിട്ടുള്ള എക്യുപ്മെന്റ്സുകള്. സ്റ്റെതസ്കോപ്പ്. സ്റ്റെതസ്കോപ്പ്. ഓക്കെ, കോമൺ ആയിട്ട് നമ്മൾ എല്ലാവരും കണ്ടിട്ടുള്ള ഒരു ഉപകരണമാണ് സ്റ്റെതസ്കോപ്പ്. ഓക്കെ, നെക്സ്റ്റ് തെർമോമീറ്റർ. ഓക്കെ, ഇതൊക്കെയാണ് നമ്മള് ഫസ്റ്റ്ലി കണ്ടിരിക്കുന്നത് അല്ലെ? നമ്മൾ കുഞ്ഞുനാളിൽ തുടങ്ങി ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ആദ്യം കണ്ടേക്കുന്ന സംഭവങ്ങളൊക്കെയാണ് തെർമോമീറ്റർ, മീൻസ് സ്റ്റെതസ്കോപ്പ്. ഓക്കെ, പിന്നെ എന്തൊക്കെയാണ്? BP അപ്പാരറ്റസ്. ഓക്കെ, പിന്നെ പ്രഷർ ചെക്ക് ചെയ്യാൻ മെഷീൻ. ഓക്കെ, നെബുലൈസർ. നെബുലൈസർ ഉണ്ട്. വെയിറ്റ് മെഷീൻ. വെയിറ്റ് നോക്കുന്ന മെഷീൻസ് അല്ലെ? ഓക്കെ, പിന്നെ എന്തൊക്കെയുണ്ട്? എല്ലാ മെഷീൻസും പറഞ്ഞോളൂ കേട്ടോ. നിങ്ങൾ വലിയ വലിയ ട്രോളി, വീൽ ചെയർ, ഓക്സിജൻ മാസ്ക് കമന്റും ഇടുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോ നമ്മളിപ്പോ നിങ്ങൾ പറഞ്ഞ എല്ലാ എക്യുപ്മെന്റ്സും തന്നെയാണ് ഒരു ഹോസ്പിറ്റലിൽ ഉള്ളത് അല്ലെ? അപ്പൊ നമുക്ക് അറിയാവുന്ന എക്യുപ്മെന്റ്സുകൾ ഉണ്ട്, അതുപോലെ തന്നെ ഒത്തിരി എക്യുപ്മെന്റ്സ് നമ്മൾ അറിയാത്ത തരത്തിലുള്ള എക്യുപ്മെന്റ്സുകളൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് അറിയാവുന്ന തരത്തിലുള്ളത് അറിയാത്ത എക്യുപ്മെന്റ്സുകൾ നമുക്ക് ഇപ്പോ പഠിക്കാം. നോക്കാം. മെഡിക്കൽ എക്യുപ്മെന്റ്സ് അല്ലെ? ഇപ്പൊ നിങ്ങൾ പറഞ്ഞ സംഭവങ്ങളൊക്കെ തന്നെയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതിൽ കുറെയൊക്കെ നിങ്ങൾക്ക് എനിക്ക് തോന്നുന്ന അത്യാവശ്യം അറിയാം, എങ്കിലും അറിയാത്ത കുറച്ച് എക്യുപ്മെന്റ്സ് ഒക്കെ ഉണ്ട്. നമുക്ക് അതിന്റെ ഡീറ്റെയിൽ ആയിട്ടാണ് പഠിക്കാനായിട്ട് ഈ ഒരു ചാപ്റ്ററിലുള്ളത്. വേറെ ഒന്നും ഈ ചാപ്റ്ററിൽ ഇല്ല. ഓരോ എക്യുപ്മെന്റ്സും അത് എന്തിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്, ജസ്റ്റ് അതിന്റെ ഒരു ഡിസ്ക്രിപ്ഷൻ മാത്രം പഠിക്കാനുള്ളൂ കേട്ടോ. വലിയ ബുദ്ധിമുട്ടില്ലാത്ത ഒരു ചാപ്റ്റർ ആണ്. സിമ്പിൾ ആയിട്ട് നമുക്ക് പോകാവുന്ന ഒരു ചാപ്റ്റർ ആണ്. നോക്കാം. മെഡിക്കൽ എക്യുപ്മെന്റ്സ് ഇൻട്രൊഡക്ഷൻ. Medical apparatus is used for the definite purpose at diagnosis and treatment of diseases or rehabilitation following diseases in injury. It can be either used silently or conjointly with the any accessory, consumable or അതർ പീസ് ഓഫ് മെഡിക്കൽ അപ്പാരറ്റസ് അല്ലെ? അപ്പോ നമ്മൾ പറഞ്ഞു ഈ മെഡിക്കൽ എക്യുപ്മെന്റ്സ് എന്ന് പറഞ്ഞത് എന്തിനു വേണ്ടിയിട്ടൊക്കെയാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്? ഒരു ഡയഗ്നോസിസ് നടത്തുന്നതിന് വേണ്ടി അല്ലെ? രോഗനിർണയം നടത്തുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു മെഡിക്കൽ എക്യുപ്മെന്റ്സുകൾ ഉപയോഗിക്കുന്നത്. വെറുതെ ചുമ്മാ മെഡിക്കൽ എക്യുപ്മെന്റ്സ് ഉപയോഗിക്കില്ലല്ലോ. നമ്മളുടെ അസുഖം എന്താണെന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ട്, ട്രീറ്റ്മെന്റ്സിന് വേണ്ടിയിട്ട് അല്ലെ? രോഗനിർണയത്തിനും അല്ലെങ്കിൽ രോഗത്തെ തുടർന്നുള്ള ചികിത്സയ്ക്കും, റിഹാബിലിറ്റേഷൻ മീൻസ് പുനരധിവാസത്തിനും വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുക? മെഡിക്കൽ എക്യുപ്മെന്റ്സ് നമ്മൾ ഉപയോഗിച്ച് വരുന്നത് അല്ലെ? ദെൻ
നമുക്ക് ഈ ഒരു ഉപകരണത്തിന് ഏതെങ്കിലും ഉപയോഗത്തിനോ അല്ലെങ്കിൽ മറ്റ് കൺസ്യൂമബിൾ മീൻസ് സംയുക്തമായിട്ടുള്ള ഉപയോഗത്തിനോ വേണ്ടി മെഡിക്കൽ എക്യുപ്മെന്റ്സ് ഉപയോഗിക്കാം. വേറെ ഒന്നും ചിന്തിക്കേണ്ട. മെഡിക്കൽ എക്യുപ്മെന്റ്സ് ഉപയോഗിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാ? നമ്മള് രോഗം നിർണ്ണയിക്കുന്നതും രോഗം നിർണ്ണയിക്കാനും അതുപോലെ രോഗം നിർണ്ണയിച്ച് കഴിഞ്ഞിട്ടുള്ള ട്രീറ്റ്മെന്റ്സിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക? മെഡിക്കൽ എക്യുപ്മെന്റ്സ് ഉപയോഗിക്കുന്നത്. ഇപ്പോ ECG എന്ന് പറഞ്ഞൊരു മെഡിക്കൽ എക്യുപ്മെന്റ് ഉണ്ട് അല്ലെ? അപ്പൊ അത് നമ്മളുടെ ആ ഒരു മീൻസ് നമ്മളുടെ ഒരു എന്താ ഹാർട്ടിലെ പ്രശ്നങ്ങൾ അങ്ങനെയുള്ള സംഭവങ്ങൾ അറിയാൻ സംഭവങ്ങൾ നോക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ECG എന്നുള്ളൊരു ആ ഒരു എക്യുപ്മെന്റ് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ ഇപ്പൊ നിങ്ങൾ പറഞ്ഞു നെബുലൈസർ. നെബുലൈസർ എന്തിനു വേണ്ടിയിട്ടാണ്? രോഗം തിരിച്ചറിഞ്ഞു അല്ലെ? ചിലപ്പോ അങ്ങനെ ആസ്മ അല്ലെങ്കിൽ ശ്വാസം വിട്ട് അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? നെബുലൈസർ യൂസ് ചെയ്യുന്നത് അല്ലെ? അപ്പൊ രോഗത്തെ തിരിച്ചറിയാനും അതുപോലെ തന്നെ എന്താണ് ഒരു രോഗം തിരിച്ചറിഞ്ഞിട്ട് അതിന്റെ ഒരു ട്രീറ്റ്മെന്റ്സിന് വേണ്ടിയിട്ടും കൂടിയാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? മെഡിക്കൽ എക്യുപ്മെന്റ്സ് ഉപയോഗിക്കുന്നത്. ജസ്റ്റ് എന്താണ് ഒരു മെഡിക്കൽ എക്യുപ്മെന്റ്സ് ഒരു ഔട്ട്ലൈൻ ആണ് പറഞ്ഞിരിക്കുന്നത്. ക്ലിയർ ആയോ? എക്സ്പ്ലെയിൻ ചെയ്യണ്ടല്ലോ? ഓക്കെ ആണോ? ഓക്കെ, നമുക്കറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഓക്കെ, ഫസ്റ്റ് വൺ. ഇനി നമ്മൾ ഓരോ എക്യുപ്മെന്റ് ആയിട്ട് പഠിക്കാൻ പോകുന്നതാണ്. കുറെ എക്യുപ്മെന്റ് ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. പഠിച്ചു കഴിഞ്ഞ കാര്യങ്ങൾ അത്ര എക്സ്പ്ലനേഷനോട് പറയുന്നില്ല, കാരണം നമ്മൾ അത്യാവശ്യം അറിയാവുന്നതാണ്. നോക്കാം. ഫസ്റ്റ് വൺ, ഡിഫിബ്രിലേറ്റർ. ഡിഫിബ്രിലേറ്റർ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? എവിടെയെങ്കിലും കേട്ടതായിട്ട് ഓർമ്മയുണ്ടോ? ഉണ്ടോ ആർക്കെങ്കിലും? യെസ്, ഓക്കെ. നമ്മൾ ഒരു ചാപ്റ്ററിൽ ഡീറ്റെയിൽ ആയിട്ട് ഡിഫിബ്രിലേഷൻ എന്താണെന്നൊക്കെ പഠിച്ചിട്ടുണ്ട്. ഏത് ചാപ്റ്ററിലായിരുന്നു? ഓർമ്മയുണ്ടോ? ഏത് ചാപ്റ്റർ ആണെന്ന് ഓർമ്മയുണ്ടോ? ഓക്കെ, ICU അതുപോലെ തന്നെ ട്രാൻസ്ഫർ ഓഫ് പേഷ്യൻസിലൊക്കെ നമ്മൾ ഈ ഒരു ഡിഫിബ്രിലേറ്ററിന്റെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ എടുത്തു തന്നിരിക്കുന്ന ഒരു ഭാഗമാണ്. ഓക്കെ, ട്രാൻസ്ഫറിലാണ് മെയിൻ ആയിട്ട് പറഞ്ഞത് കേട്ടോ. അപ്പൊ നോക്കാം ഡിഫിബ്രിലേറ്റർ എന്താണെന്ന് നോക്കാം. Defibrillators are equipment that bring back a normal heartbeat by sending an electric pulse shock to the heart. Various type of defibrillator work in different ways. Automated external defibrillator, AFD അല്ല AED എന്നാക്കിക്കോളൂ കേട്ടോ. ഓട്ടോമേറ്റഡ് എക്സ്റ്റേണൽ ഡിഫിബ്രിലേറ്റർ, AF അല്ല, അത് ഒരു കുഞ്ഞ് ഒരു വര കൂടി വരയ്ക്കുക, AED ആണ്. ഓക്കെ, automated external defibrillator, which are commonly seen in many public spaces, are used to save lives in people who experience cardiac arrest. അല്ലെ, അതിന്റെ ഒരു പിക്ചർ ആണ് തന്നിരിക്കുന്നത്. ഇത് ഹോസ്പിറ്റലിൽ മാത്രമല്ല മീൻസ് ഒരു പബ്ലിക് സ്പേസസിലും കാണാൻ സാധിക്കുമെന്നാണ് പറയുന്നത് അല്ലെ. അപ്പോൾ ഡിഫിബ്രിലേറ്റർ എന്ന് പറയുന്നത് എന്താണ് ഡിഫിബ്രിലേറ്റർ? ഓർമ്മയുണ്ടോ? പെട്ടെന്ന് തന്നെ കമന്റ് ചെയ്തേ. നിങ്ങളാണ് എനിക്ക് പറഞ്ഞു തരേണ്ടത്. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു കഴിഞ്ഞ ഒരു സംഭവമാണ് അല്ലെ. അപ്പോ പറയൂ, എന്താണ് ഡിഫിബ്രിലേറ്റർ? മെയിൻ പർപ്പസ് എന്താണ് അതിന്റെ? ആർക്കും അറിയില്ല? ട്രാൻസ്ഫർ ഓഫ് പേഷ്യന്റ് ഒക്കെ പഠിച്ചു കഴിഞ്ഞിട്ട് എടുത്തു വെച്ചേക്കാണോ നിങ്ങള്? ഓക്കെ, പറയൂ. ടു ഗിവ് ഷോക്ക്, ഹാർട്ട് ബീറ്റ്സ് അല്ലെ. അതായത് ഹൃദയത്തിലേക്ക് ഒരു ഷോക്ക് മീൻസ് ഒരു ഇലക്ട്രിക് ഒരു വൈദ്യുത ഇത് കടത്തി വിട്ടുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? സാധാരണ ഹൃദയമെടുപ്പ് നോർമൽ ഹാർട്ട് ബീറ്റ്സ് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അല്ലെ. അതായത് ഹാർഡിയർ അറസ്റ്റ് അല്ലെങ്കിൽ ഫെയിൽ ആയിട്ടുള്ളത്, ഹൃദയമെടുപ്പ് ഫെയിൽ ആയിട്ടുള്ളവർക്ക് ഈ ഒരു സംഭവം നിങ്ങൾ ചില സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ടാവും അല്ലെ. ഏത് ഫിലിമാണെന്ന് എനിക്ക് അറിയില്ല, ഒന്നറിയാവുന്നതാണെങ്കിൽ കമന്റ് ചെയ്തോളൂ. അതുപോലെ പബ്ലിക് സ്പേസിൽ കാണും തുടങ്ങി ഫിലിമിലൊക്കെ ഇതുപോലെ ആക്സിഡന്റ്സ് ഇതൊക്കെ സംഭവിച്ചു കഴിയുമ്പോൾ ഈ ഡിഫിബ്രിലേറ്റർ ഒക്കെ കൊണ്ടുവന്നിട്ട് വന്ന് ഈ ഹാർട്ടിൽ വെച്ച് നോക്കും അല്ലെ. ഓക്കെ, കമന്റ് അപ്പൊ തന്നെ ഇട്ടു. ഓക്കെ, കമന്റ് കണ്ടല്ലോ. രാജാറാണി എന്ന് പറഞ്ഞ മൂവിയില് തോന്നുന്ന ഒരു സോങ്ങിലാട്ടാണ് അല്ലെ. ഓക്കെ, ആക്സിഡന്റ് സംഭവിക്കുമ്പോൾ ഈ ഒരു മെഷീൻ വന്ന് കൊണ്ടുവന്ന് നോക്കാറുണ്ട്. ഓൾമോസ്റ്റ് ഇപ്പൊ എല്ലാവർക്കും ക്ലിയർ ആയോ? കുറച്ചും കൂടി മെഷീൻ ആ ഫിലിം ഇനി കാണാത്തവരുണ്ടോന്ന് എനിക്ക് അറിയില്ല. ഓക്കെ, അത്യാവശ്യം കുറച്ചു പേർക്കെങ്കിലും അറിയാന്ന് തോന്നുന്നു അല്ലെ. ഓക്കെ, അപ്പൊ ഈ ഒരു മെഷീൻ ഇതുപോലെ പബ്ലിക് സ്പേസിൽ നമ്മൾ ഉപയോഗിക്കുന്നു. അപ്പൊ ഇവിടെ ഇമ്പോർട്ടന്റ് ആണ് AED കേട്ടോ, ഓട്ടോമേറ്റഡ് എക്സ്റ്റേണൽ ഡിഫിബ്രിലേറ്റർ. ഓക്കെ, ദെൻ സെക്കൻഡ് വൺ, രണ്ടാമത്തെ എക്യുപ്മെന്റ് ആണ് നോക്കാൻ പോകുന്നത് തെർമോമീറ്റർ അല്ലെ. തെർമോമീറ്റർ നിങ്ങൾ പറഞ്ഞു കോമൺ ആയിട്ട് നമ്മൾ കാണുന്ന ഒരു ഉപകരണമാണ് തെർമോമീറ്റർ. നോക്കാം, ഇവിടെ പലതരത്തിലുള്ള തെർമോമീറ്ററുകൾ ഉണ്ട് കേട്ടോ. അപ്പൊ നമ്മൾ ഓരോ തെർമോമീറ്ററുകളെ കുറിച്ചാണ് ഇനി പഠിക്കാൻ പോകുന്നത്. ഫസ്റ്റ് വൺ, ഡിജിറ്റൽ തെർമോമീറ്റർ. അറിയാലോ, ഇറ്റ് ഗീവ്സ് ദ ഫാസ്റ്റസ്റ്റ് ആൻഡ് മോസ്റ്റ് ആക്യുറേറ്റ് റിസൾട്ട്. ഏറ്റവും ഫാസ്റ്റ് ആയിട്ടുള്ളതും കറക്റ്റ് ഒരു കറക്റ്റ് പ്രോപ്പർ ആയിട്ടുള്ള റിസൾട്ട് നമുക്ക് തരുന്നു. ദെൻ ഇലക്ട്രോണിക് ഇയർ തെർമോമീറ്റർ. എന്താണ് ഇലക്ട്രോണിക് ഇയർ തെർമോമീറ്റർ എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ടിംപാനിക് ഓർ ഇയർ തെർമോമീറ്റർ മെഷേഴ്സ് ദി ടെമ്പറേച്ചർ inside the
ഇയർ കനാൽ ബൈ വേവ് ടു ഇൻഫ്രാറെഡ് ടെക്നോളജി അല്ലെ. അതായത് ഇലക്ട്രോണിക് ഇയർ തെർമോമീറ്റർ എന്ന് പറയുന്നത് എന്താണ്? ഇലക്ട്രോണിക് ഇയർ തെർമോമീറ്റർ ഇൻഫ്രാറെഡ് ഒരു രശ്മികളെ ടെക്നോളജിക്കലി ഉപയോഗിച്ചുകൊണ്ട് നമ്മളുടെ എന്താണ് ആ ഒരു വിദ്യ ഉപയോഗിച്ചുകൊണ്ട് ചെവിയുടെ ഉള്ളിലെ കനാൽസ് മീൻസ് ചെവിയുടെ ഉള്ളിലെ കാനുലാസുകൾ ഉണ്ടാവും നമ്മളുടെ, അതിന്റെ ടെമ്പറേച്ചർ അളക്കുന്നതാണ് ഇലക്ട്രോണിക് ഇയർ തെർമോമീറ്റർ. ഇയർ തെർമോമീറ്റർ എന്ന് പറയുമ്പോൾ ടെമ്പറേച്ചർ മീൻസ് ഇയറിന്റെ ഉള്ളിലത്തെ ആ ഒരു ടെമ്പറേച്ചർ ആണ് അവിടെ മെഷർ ചെയ്യുന്നത്. ഫോർഹെഡ് തെർമോമീറ്റർ ഇത് നിങ്ങൾ കോമൺ ആയിട്ട് കണ്ടിട്ടുണ്ടാവുമല്ലോ. എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി നമ്മൾക്ക് കോവിഡിന്റെ ആ ഒരു ടൈമിലൊക്കെയാണ് ഇത് കൂടുതലായിട്ട് ഹോസ്പിറ്റലുകളിൽ നമ്മൾ കണ്ടു തുടങ്ങിയത്. ആണോ? ഫോർഹെഡ് തെർമോമീറ്റർ നമ്മളുടെ നെറ്റിയിൽ ഇങ്ങനെ സെൻസർ ചെയ്തിട്ട് പിക്ചറിൽ കണ്ടോ ഒരു അളവ് രേഖപ്പെടുത്തുന്നത് ഇല്ലേ? കുറച്ചും കൂടി എനിക്ക് തോന്നുന്നു ആ കോവിഡ് ടൈമിലല്ലേ ഈ ഒരു ഫോർഹെഡ് തെർമോമീറ്റർ യൂസ്ഫുൾ ആയത്. അപ്പോഴല്ലേ നമ്മൾ കണ്ടു തുടങ്ങിയിട്ടുള്ളത്. ആണോ? നമ്മളൊരു പനി വന്ന് ഹോസ്പിറ്റലിൽ പോകുമ്പോൾ നോർമൽ ആയിട്ട് എപ്പോഴും ഡിജിറ്റൽ തെർമോമീറ്റർ ഒക്കെ എനിക്ക് ഉപയോഗിക്കുന്നത്. പക്ഷെ എനിക്ക് തോന്നുന്നു ആ ഒരു കോവിഡ് ടൈമിലൊക്കെയാണ് ഈ ഒരു ഹെഡ് തെർമോമീറ്റർ കൂടുതലായിട്ടും ഉപയോഗിച്ച് നമ്മൾ കണ്ടു വന്നിട്ടുള്ളത് അല്ലെ. ദെൻ ഗ്ലാസ് ആൻഡ് മെർക്കുറി തെർമോമീറ്റർ എന്താണെന്ന് നോക്കാം. മെർക്കുറി തെർമോമീറ്റേഴ്സ് ഗിവ് പ്രിസൈസ് ടെമ്പറേച്ചർ റീഡിംഗ് ആൻഡ് ക്യാൻ ബി യൂസ്ഡ് ഓറലി, റെക്ടലി ഓർ അണ്ടർ ദ ആം. അതായത് പണ്ടത്തെ ഫസ്റ്റ് ടൈമിൽ ഉണ്ടായിരുന്ന ഒരു തെർമോമീറ്റർ അതായത് ഇപ്പോഴും ഉണ്ടാകും. അത് നമുക്ക് വായിൽ ഇങ്ങനെ വെച്ച് നോക്കും, അതുപോലെ കക്ഷത്തിലൊക്കെ വെച്ചിട്ടൊക്കെ നമ്മൾ എന്ത് ചെയ്യും, ഈ തെർമോമീറ്ററിന്റെ അത് വെച്ച് നോക്കും അല്ലെ, ഒരു മെർക്കുറി തെർമോമീറ്റർ. ഓക്കെ, അപ്പോ മെയിൻലി 4 ടൈപ്പ് ഓഫ് തെർമോമീറ്റർ ഉണ്ട്. എന്താണെന്ന് ജസ്റ്റ് ഓരോന്ന് മനസ്സിലാക്കി വെക്കുക. ഇലക്ട്രോണിക് ഇയർ എന്ന് പറയുമ്പോൾ ചെവിക്കുള്ളിലെ കാനൽസിന്റെ ഫോർഹെഡ് നമ്മൾ നെറ്റിയില് ആ ഒരു റീഡിങ് അളക്കുന്നത്. ഓക്കെ, മെർക്കുറി നമ്മൾ നോർമലി പണ്ട് ഉപയോഗിച്ചിരുന്ന മെർക്കുറി തെർമോമീറ്റർ. ഇപ്പോ എനിക്ക് തോന്നുന്നു എല്ലാ ഹോസ്പിറ്റലിലും ഡിജിറ്റൽ തെർമോമീറ്റർ അല്ലേ കൂടുതൽ ഉപയോഗിക്കുന്നത്. ആണോ? ഇതുണ്ടാകും, മെഡിക്കൽ മെർക്കുറി തെർമോമീറ്റർ ഉണ്ടാകും, എങ്കിലും എനിക്ക് തോന്നുന്നു ഈ ഫോർഹെഡ് തെർമോമീറ്ററും അതുപോലെ തന്നെ ഡിജിറ്റൽ തെർമോമീറ്റർ ഒക്കെയാണ് കൂടുതലും ഉപയോഗിച്ച് വരുന്നത് അല്ലെ. നോക്കാം. നെക്സ്റ്റ് വൺ ബ്ലഡ് പ്രഷർ അപ്പാരറ്റസ്. നിങ്ങൾ പറഞ്ഞു ബി പി നോക്കുന്ന ഒരു മെഷീൻ അല്ലെ. ഇപ്പൊ നമുക്ക് വായിക്കുന്നതിന് മുമ്പ് തന്നെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ പറയാം. ഒരു ബി പി മെഷീൻ എന്ന് പറയുന്നത് എങ്ങനെയാണ് അല്ലെ, ഒരു റീഡിങ് കാണിക്കുന്ന ഒരു സംഭവം ഉണ്ടാവും. അതുപോലെ തന്നെ ആ ഒരു കണക്ട് ചെയ്തിരിക്കുന്നത് നമ്മളുടെ കയ്യിൽ ഭയങ്കര ടൈറ്റ് ചെയ്തിട്ട് അവർ കെട്ടിയിട്ട് ആ ഒരു പമ്പ് ചെയ്യുന്ന സംഭവം എന്ത് ചെയ്യും, ഇങ്ങനെ പമ്പ് ചെയ്തിട്ടാണ് ആ ഒരു നമ്മുടെ ഒരു റേറ്റ് നിൽക്കണ വരെ നോക്കും അല്ലെ. എന്നിട്ടാണ് ഇവിടെ അളവ് നമ്മൾ എത്രയാണോ ബി പി എന്ന് രേഖപ്പെടുത്തുന്നത്. നോക്കിയേ, ബ്ലഡ് പ്രഷർ ഗേജ് ഓർ ബ്ലഡ് പ്രഷർ മോണിറ്റർ ഈസ് ആൻ എക്യുപ്മെന്റ് യൂസ്ഡ് ടു മെഷർ ലോസ്റ്റ് പ്രഷർ ഈസ് സ്ഫിഗ്നോമാനോമീറ്റർ. സ്ഫിഗ്നോമാനോമീറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ഒരു മീൻസ് നമ്മൾ ആ ഒരു മെഷീന്റെ ഒപ്പം തന്നെ ഉണ്ടാവില്ല ഒരു കേബിൾ. അത് include an inflatable cuff, a measuring unit and mechanism for inflation which can be handled manually. അല്ല, നമ്മൾ കയ്യിൽ ടൈറ്റ് ചെയ്ത് കെട്ടും, എന്നിട്ട് എന്ത് ചെയ്യും, ആ ഒരു ഇതിൽ പമ്പ് ചെയ്യുന്ന ഒരു സംഭവം പമ്പ് ചെയ്തിട്ട് മാക്സിമം അതിന്റെ ടോട്ടൽ ആ ലെവലിൽ നിൽക്കുന്നത് എത്രയാണോ ബി പി എന്ന് നമ്മൾ ചെക്ക് ചെയ്യും അല്ലെ. എക്സ്ട്രാ ഞാൻ പറയണമെന്നില്ല, അറിയാവുന്ന കാര്യങ്ങളാണ്. നിങ്ങൾ ഓൾമോസ്റ്റ് ബി പി ഒക്കെ നോക്കിയിട്ടുള്ളവരായിരിക്കും. എപ്പോഴെങ്കിലും ഒരു പ്രാവശ്യമെങ്കിലും നോക്കിയിട്ടുണ്ടോ ബി പി? നോക്കിയിട്ടുണ്ടോ? ചെക്ക് ചെയ്തിട്ടുണ്ടോ? ഓക്കെ അല്ലെ. കുറച്ചു പേരെങ്കിലും ചെക്ക് ചെയ്തിട്ടുണ്ടാവും തോന്നുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിന്റെ ഉപയോഗം എങ്ങനെയാണ് അവര് ചെയ്തതെന്നൊക്കെ അറിയാലോ. ഓക്കെ, നെക്സ്റ്റ് വൺ ലാറിംഗോസ്കോപ്പ്. ലാറിംഗോസ്കോപ്പ് പഠിച്ചിട്ടുണ്ടല്ലോ. എന്തായിരുന്നു ലാറിംഗോസ്കോപ്പ്? ഓർമ്മയുണ്ടോ? ലാറിംഗോസ്കോപ്പ് ഓർമ്മയുണ്ടോ? എന്തായിരുന്നു ലാറിംഗോസ്കോപ്പ്? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഒന്ന് പെട്ടെന്ന് കമന്റ് ഇടണേ. പഠിച്ചു കഴിഞ്ഞ കാര്യങ്ങളാണ്, പറഞ്ഞോളൂ. ആർക്കും ഓർമ്മയില്ല? ത്രോട്ടാണ് അല്ലെ, ശ്വാസനാളത്തിന്റെയും തൊണ്ടയുടെയും മീൻസ് ആ ലാറിംഗ്സില നിരീക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഉപകരണം അല്ലെ. നോക്കാം. ലാറിംഗോസ്കോപ്പ് ഈസ് ടു ഒബ്സർവ് ദ ലാറിംഗ്സ്, എ പാർട്ട് ഓഫ് ത്രോട്ട് അല്ലെ. ത്രോട്ടിന്റെ പാർട്സുകൾ നമ്മൾ ഒബ്സർവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ഇത് ഉപയോഗിക്കുന്നത്. Laryngoscopy is a medical approach that is used to get a view of larynx അല്ലെ. അതായത് നമ്മളുടെ ആ ഒരു വോയിസ് ബോക്സിന്റെ അല്ലെങ്കിൽ ആ ഒരു ലാറിക്സിന്റെ വ്യൂ കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു മെഷീൻ ആണ് ലാറിംഗോസ്കോപ്പ് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് വൺ ഓക്സിജൻ മാസ്ക്. നമുക്ക് കോമൺ ആയിട്ട് നിങ്ങൾ പറഞ്ഞൊരു സംഭവമാണ് ഓക്സിജൻ മാസ്ക്. ദെൻ ഓക്സിജൻ മാസ്ക് എവിടെയൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? ഒരു ഹോസ്പിറ്റലില് ഓക്സിജൻ മാസ്ക് എങ്ങനെയൊക്കെയാണ് ഉപയോഗിക്കുന്നത്? ഓപ്പറേഷൻ തിയേറ്ററിൽ ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ പിന്നെ എവിടെയൊക്കെയാണ് നിങ്ങൾ കണ്ടിരിക്കുന്നത് ഓക്സിജൻ? നെബുലൈസർ ചെയ്യുമ്പോൾ കുഞ്ഞുങ്ങൾക്കും വലിയ ആൾക്കാർക്കൊക്കെ ഇതുപോലെ മാസ്ക് വെക്കും.
ICUലെ പേഷ്യൻസിനും മറ്റും എന്ത് ചെയ്യും, മാസ്കുകൾ വയ്ക്കുന്നുണ്ട്. നോക്കാം കേട്ടോ, ഓക്സിജൻ മാസ്ക് എന്താണെന്ന് നോക്കാം. An oxygen mask offers a method to carry breathing oxygen gas from a storage tank to lungs. Oxygen mask may wrap only the nose and mouth or the whole face. They may made of a plastic, silicon or rubber. അത് നിർമ്മിച്ചിരിക്കുന്നത് പ്ലാസ്റ്റിക് അല്ലെങ്കിൽ സിലിക്കൺ, റബ്ബർ കൊണ്ടിട്ടാണ് ഈ ഓക്സിജൻ മാസ്ക് നിർമ്മിച്ചിരിക്കുന്നത്. ദെൻ നമ്മളുടെ മൂക്കും വായും ഫേസും തമ്മിൽ അല്ലെ, നമ്മൾ അത്രയും മീൻസ് ആ ഒരു നമുക്കറിയാം ഓക്സിജൻ മാസ്ക് വെക്കുമ്പോൾ മൂക്കും വായും കവർ ചെയ്തുകൊണ്ടാണ് ഇരിക്കുന്നത് അല്ലെ. പിന്നെ എന്തിനാ അങ്ങനെ കവർ ചെയ്തോണ്ടിരിക്കുന്നത്, ആ ഒരു നമ്മൾ ആ കഴിക്കുന്ന മീൻസ് ആ ഒരു മെഡിസിൻ ഉള്ളിലേക്ക് പോകാൻ, മീൻസ് പുറത്തേക്ക് പോകാത്ത രീതിയിൽ അല്ലെ. അതായത് ആ ഒരു സ്റ്റോറേജ് ടാങ്കിൽ നിന്നും എന്ത് ചെയ്യുന്നു, ആ ഒരു നമ്മുടെ ശ്വാസകോശത്തിനുള്ളിലേക്കാണ് ഈ ഒരു വാതകം ശ്വസിക്കുന്ന ആ ഒരു ഇത് മീൻസ് അതെന്താണ്, മൂക്കിലൂടെയും വായിലൂടെയും പൊതിഞ്ഞുകൊണ്ട് തന്നെ ഉള്ളിലേക്ക്, ശ്വാസകോശത്തിനുള്ളിലേക്കാണ് ആ ഒരു മെഷീൻ, നമ്മളുടെ ആ ഒരു മെഡിസിൻ നമ്മുടെ ഉള്ളിലേക്ക് കടന്നു പോകുന്നത്. നെക്സ്റ്റ് വൺ ECG, ഇലക്ട്രോ കാർഡിയോഗ്രാഫ്. ഞാൻ ഡീറ്റെയിൽ എന്ന് പറയുന്നില്ല, വായിക്കുന്നുള്ളൂ, അറിയാമെന്ന് വിചാരിക്കുന്നു. Electrocardiogram is the process of recording electrical function of the heart over a period of time using electrodes which are put on skin. അല്ലെ, ഇലക്ട്രോഡുകൾ നമ്മുടെ സ്കിന്നില് ഘടിപ്പിച്ചുകൊണ്ട് നമ്മളുടെ എന്താണ് ഹൃദയമിടിപ്പിന്റെ അല്ലെ എല്ലാ ഒരു ഹാർട്ടിന്റെ ഫങ്ഷൻസ് ആണ് നോക്കുന്നത്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇങ്ങനെ ഒരു മെഷീൻ ഉണ്ട്, കുറച്ച് എക്യുപ്മെന്റ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലെ. ഇങ്ങനെ ഈ വയറുകളൊക്കെ നമ്മുടെ ഈ ഒരു നെഞ്ചത്തിന്റെ ഭാഗത്ത് എന്ത് ചെയ്യും, ഘടിപ്പിക്കും അല്ലെ. എന്നിട്ടാണ് നമ്മൾ ECG ആ ഒരു റേറ്റ് നോക്കുന്നത്. Then വെയിറ്റിംഗ് മെഷീൻ. എന്തിനാ വെയിറ്റിംഗ് മെഷീൻ ഉപയോഗിക്കുന്നത്? വെയിറ്റിംഗ് മെഷീൻ നമ്മുടെ വെയിറ്റ് ചെക്ക് ചെയ്യുന്നതാണ്. ഡോക്ടേഴ്സിന്റെ റൂമിൽ ഉണ്ടാവില്ലേ വെയിറ്റിംഗ് മെഷീൻ? ഉണ്ടാവോ? ഓക്കെ, അപ്പോ നോക്കാം. A digital scale is kind of electronic weighting machine which measures main reading that include body weight അല്ലെ. ബോഡി വെയിറ്റ് അല്ലെങ്കിൽ ബോഡി ഫാറ്റ് ഒക്കെ നമ്മൾ മെഷർ ചെയ്യുന്നു. BMI എന്താണ് ഫുൾ ഫോം? BMI ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. BMI അറിയാമോ? അറിയാവുന്നവരാണെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാം. ഓക്കെ, ബോഡി മാസ് ഇൻഡെക്സ് കേട്ടോ, ബോഡി മാസ് ഇൻഡെക്സ്. ഓക്കെ, ബോഡി മാസ്ക് അല്ല, മാസ് ആണ് കേട്ടോ, മാസ്ക് അല്ല കേട്ടോ, മാസ്, ബോഡി മാസ് ഇൻഡെക്സ്. ഓക്കെ, അപ്പോ വെയിറ്റിംഗ് മെഷീൻ ഉണ്ട്, പലതരത്തിലുള്ള വെയിറ്റിംഗ് മെഷീൻ ഉണ്ട്. ഇങ്ങനെ ഒരു നീഡിലുള്ള ഒരു വെയിറ്റിംഗ് മെഷീൻ ഉണ്ട്. ഇപ്പൊ എനിക്ക് തോന്നുന്നു ഡിജിറ്റൽ ആണ് കൂടുതലും. അതുപോലെ കുഞ്ഞുങ്ങളുടെ വെയിറ്റ് നോക്കുന്ന മെഷീൻ ഉണ്ട് വ്യത്യസ്തമായിട്ട് ഇല്ലേ. തീരെ പൊടി കുഞ്ഞുങ്ങളുടെ നോക്കുന്നത് ഒരു കട്ടിൽ ഒരു ചെറിയൊരു നമ്മൾ അതിനകത്ത് കിടത്തുകയാണ് ചെയ്യുന്നത് കുഞ്ഞുങ്ങളാ ഇല്ലേ, ശ്രദ്ധിച്ചിട്ടുണ്ടോ? പീഡിയാട്രിക്കിന്റെ റൂമിൽ ചെല്ലുമ്പോഴേ തീരെ കുഞ്ഞുങ്ങളില്ലേ, അതായത് ഇപ്പൊ 1 മാസം 2 മാസം ഒക്കെ ഉള്ള അങ്ങനെയുള്ള പൊടി കുഞ്ഞുങ്ങൾ നമ്മൾ എന്ത് ചെയ്യും, ആ അവിടെ ഒരു മെഷീനിൽ കിടത്തും അല്ലെ. അതല്ല കുറച്ച് അത്യാവശ്യം 1-2 വയസ്സൊക്കെ ഉള്ള പിള്ളേരാണെങ്കിൽ ഒരു ഇത്തിരിക്കോളം കുറച്ചും കൂടി വലിയൊരു മെഷീൻ ഉണ്ടാവും. അതിൽ ജസ്റ്റ് നമ്മള് നിർത്തുന്ന ഒരു മെഷീൻ ഉണ്ട്. അങ്ങനെ പല ടൈപ്പിലുള്ള വെയിറ്റിംഗ് മെഷീൻസ് അവൈലബിൾ ആണ് അല്ലെ. ദെൻ നെക്സ്റ്റ് വൺ നോക്കാം, ട്രോളീസ്. ട്രോളി എന്താണ്? മെഡിസിൻസ് മറ്റും കൊണ്ടുപോകുന്ന ഒരു ട്രോളി. Objectives of using trolley in hospital is to help moving things from one place to another place without any risk. അല്ലെ, ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തിലേക്ക് മെഡിസിൻസും മറ്റും എക്യുപ്മെന്റ്സുകളൊക്കെ കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? ട്രോളി ഉപയോഗിക്കുന്നത്. ഹോസ്പിറ്റൽ ട്രോളീസ് ആർ ക്രാഷ് കാർട്ട് ട്രോളി, മെഡിസിൻ ട്രോളി, SS ഡ്രസ്സിംഗ് ട്രോളി ആൻഡ് ഇൻസ്ട്രുമെന്റ് ട്രോളി അല്ലെ. അപ്പൊ പലതരത്തിലുള്ള ട്രോളികൾ ഉണ്ടെന്നാണ് പറയുന്നത്. ഈ ക്രാഷ് കാർട്ട് ട്രോളി എന്ന് പറഞ്ഞാല് മെയിൻ ആയിട്ട് ഈ പറഞ്ഞ പോലെ എമർജൻസി എക്യുപ്മെന്റ്സ് കൊണ്ടുപോകുന്ന ആ ഒരു ട്രോളിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ക്രാഷ് കാർട്ട് ട്രോളി കേട്ടോ. അവിടെ ഒന്ന് എഴുതി വെച്ചോളൂ. എമർജൻസി എക്യുപ്മെന്റ്സുകളും അല്ലെങ്കിൽ എമർജൻസി മെഡിസിൻസുകളും കൊണ്ടുപോകുന്നതിനെയാണ് ക്രാഷ് കാർട്ട് ട്രോളി എന്ന് പറയുന്നത്. ദെൻ മെഡിസിൻ ട്രോളി, ദെൻ ഡ്രസ്സിംഗ് ട്രോളി, അതുപോലെ തന്നെ എന്താണ് ഇൻസ്ട്രുമെന്റ്സും മറ്റു എക്യുപ്മെന്റ്സുകളും കൊണ്ടുപോകുന്ന ട്രോളി. പിക്ചർ കൊടുത്തിട്ടുണ്ട്, മീൻസ് അത്യാവശ്യം മനസ്സിലായെന്ന് വിചാരിക്കണോ? നെക്സ്റ്റ് വൺ വീൽചെയർ. വീൽചെയർ അറിയാലോ, നമുക്ക് ജസ്റ്റ് വായിക്കാം. A wheelchair is a wheeled mobility instrument. അല്ലെ, വീലോട് കൂടിയ ഒരു ഇൻസ്ട്രുമെന്റ് ആണ്. The instrument is moved manually by turning wheels by hand. അല്ലെ,
നമ്മൾക്ക് സ്വന്തമായിട്ടും ഇങ്ങനെ ഇതായിട്ട് പോകാം, അല്ലെങ്കിൽ ഒരാളുടെ സഹായത്തോടു കൂടി നമ്മൾ എന്താണ് മൂവ് ചെയ്യിക്കാനും പറ്റും. ഓർ വി ആർ വേരിയസ് ഓട്ടോമേറ്റഡ് സിസ്റ്റം, അല്ലാതെ ഇപ്പോൾ എന്താണ് ഡിജിറ്റൽ ആയിട്ടുള്ള ഓട്ടോമേറ്റഡ് ആയിട്ടുള്ള വീൽ ചെയേഴ്സ് ഉണ്ട്. Wheelchairs are used for people who feel walking is difficult or impossible because of illness, physiological or physical injury or disability. അല്ലെ, ഇപ്പൊ എന്തെങ്കിലും വൈകല്യങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇഞ്ചുറീസോ അങ്ങനെ ശാരീരികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കുകയാണെങ്കിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു വീൽ ചെയർ യൂസ് ചെയ്യുന്നത്, നടക്കാൻ പറ്റാത്തൊരവസ്ഥ അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിലൊക്കെയാണ് നമ്മൾ വീൽ ചെയർ യൂസ്ഫുൾ ആകുന്നത്. Then 10th one, സ്ട്രെച്ചേഴ്സ്. എന്താണ് സ്ട്രക്ചറുകൾ? നമുക്കറിയാം, ഹോസ്പിറ്റലിൽ പേഷ്യൻസിനെ കിടത്തിക്കൊണ്ട് പോകുന്ന ഉപകരണം അല്ലെ. എ സ്ട്രക്ചർ ഈസ് ആൻ ഇൻസ്ട്രുമെന്റ് യൂസ്ഡ് ഫോർ ക്യാരിയിങ് പേഷ്യന്റ് ഹു നീഡ്സ് മെഡിക്കൽ കെയർ. മെഡിക്കൽ കെയർ ആവശ്യമുള്ള പേഷ്യൻസിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ ഈ ഒരു സ്ട്രക്ചറിൽ കിടത്തിയിട്ടാണ് ചികിത്സ ട്രീറ്റ്മെന്റ്സിന് കൊണ്ടുപോകുന്നത്. Structures are mainly used in acute out of hospital care situation by emergency medical service. അല്ലെ, എപ്പോഴും ഒരു എമർജൻസി ആയിട്ടുള്ള മെഡിക്കൽ സർവീസിലായിരിക്കും ഈ ഒരു നമ്മള് സ്ട്രക്ചേഴ്സ് കൊണ്ടുവരുന്നത്. ഇപ്പൊ ആംബുലൻസിലൊക്കെ നമ്മൾ ഹോസ്പിറ്റലിലേക്ക് ഒരു പേഷ്യൻസിനെ കൊണ്ടുവരുമ്പോൾ പെട്ടെന്ന് ആ സ്ട്രക്ചറിൽ തന്നെയാണ് ഹോസ്പിറ്റലിലേക്ക് ആ ഹോസ്പിറ്റലിനുള്ളിലേക്ക് പ്രവേശിപ്പിക്കുന്നത് അല്ലെ. അപ്പൊ അതാണ് ഒരു സ്ട്രക്ചർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഒരു 10 ഇൻസ്ട്രുമെന്റ് ആണ് ഇപ്പൊ നോക്കിയത് അല്ലെ. ഫസ്റ്റ് വൺ തുടങ്ങി ഒരു 10 ഇൻസ്ട്രുമെന്റ് നോക്കിയിട്ടുണ്ട്. പെട്ടെന്ന് ഒന്ന് 10 ഇൻസ്ട്രുമെന്റ് ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. സമയം എടുത്തന്നെ വായിച്ചോളൂ. 10 ഇൻസ്ട്രുമെന്റ് ആണ്. അതുവരെ അത് വായിക്കുന്നതിനൊപ്പം തന്നെ പഠിച്ചും കൂടി പോകാൻ ശ്രമിക്കുക കേട്ടോ. ഇതിന് ഇനി എക്സ്ട്രാ നോട്ടൊന്നും വേണ്ടല്ലോ. ഷോർട്ടാക്കി വേണോ? നോട്ട്സിന്റെ ആവശ്യമുണ്ടോ ഷോർട്ടാക്കിയിട്ട്? എല്ലാ എക്യുപ്മെന്റ്സിന്റെ എല്ലാം ഓക്കെ, കുഴപ്പമില്ലല്ലോ. ഇത് എനിക്ക് തോന്നുന്നു മാക്സിമം സിമ്പിൾ ആയിട്ടാണ് തന്നിരിക്കുന്നത് അല്ലെ. നമ്മൾ വെറുതെ എഴുതിയെടുക്കണ്ടല്ലോ അല്ലെ. നമുക്ക് ഇത് തന്നെ നിങ്ങൾക്ക് മാക്സിമം ഷോർട്ടാക്കി തന്നെ നിങ്ങൾ പഠിച്ചോളൂ കേട്ടോ. ഇനി അടുത്ത കുറച്ച് അറിയാൻ പാടില്ലാത്ത തരത്തിലുള്ള എക്യുപ്മെന്റ്സ് വരുമ്പോൾ ടീച്ചർ നോട്ടാക്കി തരാം. ഓക്കെ, ഈ ഒരു ചാപ്റ്റർ ഫുള്ള് കഴിഞ്ഞിട്ട് അതിൽ നിന്ന് അത്യാവശ്യം വേണ്ടുന്ന നോട്ട്സ് ആണെങ്കിൽ ചെറുതാക്കി ഞാൻ ഷോർട്ട് ആക്കിയിട്ട് തരാം. ഓക്കെ, അതുപോലെ അതെയോ? ഓക്കെ, ഡിഫിബ്രിലേറ്റർ വായിച്ചോ? ദെൻ തെർമോമീറ്റർ വായിക്കൂ. 10 എണ്ണം എടുത്തത്ര ഇപ്പൊ വായിക്കുക. തന്നെ വായിക്കാം. എന്നിട്ട് സമയം ഉണ്ടെങ്കിൽ ചെറിയൊരു നോട്ട് പോലെ തരാം. തെർമോമീറ്റർ 4 ടൈപ്പ് തെർമോമീറ്റർ നമ്മൾ പറഞ്ഞു. ഓരോ തെർമോമീറ്ററും ഇതിനൊക്കെ വേണ്ടിയിട്ടാണ്. ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കാം കേട്ടോ. നെക്സ്റ്റ് BP അപ്പാരറ്റസ് നോക്കാം. ലാറിംഗോസ്കോപ്പ് വായിക്കാം.
ഓക്സിജൻ മാസ്ക്, ദെൻ ഇലക്ട്രോകാർഡിയോഗ്രാഫ് കേട്ടോ. ലാറിംഗോസ്കോപ്പ് പറയാം, ചെറിയൊരു നോട്ട് തരാം കേട്ടോ. ഇതിനെ കുറച്ച് വലിയ വലിയ എക്യുപ്മെന്റിന്റെ ഷോർട്ട് ആക്കിയിട്ട് നോട്ട് തരാം, പേടിക്കണ്ട കേട്ടോ. ലാറിംഗോസ്കോപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ വോയിസില അല്ലെങ്കിൽ വോയിസ് ബോക്സ് തൊണ്ടയില കാണാൻ വേണ്ടിയിട്ട്, മീൻസ് നമുക്ക് കാണാൻ പറ്റില്ലല്ലോ, അപ്പൊ അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു മെഷീനാണ്. ശ്വാസകോശങ്ങളും അല്ലെങ്കിൽ ശ്വാസകോശവും തൊണ്ടയൊക്കെ ക്ലിയർ ആയിട്ട് കാണാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് കേട്ടോ. ECG വായിക്കാം. ദെൻ അടുത്ത നെക്സ്റ്റ് നോക്കാം കേട്ടോ. 10 വേഗം വായിക്കാം. ദെൻ ട്രോളി നോക്കാം. ക്രാഷ് കാർട്ട് എന്ന് പറഞ്ഞാല് എമർജൻസി ആയിട്ടുള്ള എക്യുപ്മെന്റ്സുകളും അങ്ങനെയുള്ള സംഭവങ്ങളും. ദെൻ മെഡിസിൻ ട്രോളി, SS ഡ്രസ്സിംഗ് ട്രോളി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മറ്റേ ഹോസ്പിറ്റലിലെ ഡ്രസ്സുകളും മറ്റുമൊക്കെ ഇല്ലേ, മീൻസ് നമുക്കറിയാം ഹോസ്പിറ്റലിലെ ഡ്രസ്സുകളൊക്കെ എക്സ്ട്രാ ഇപ്പോ എന്താണ് പില്ലോ കവറും ബെഡ്ഷീറ്റുകളും, അതുപോലെ തന്നെ ഇപ്പോ ഒരു ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് എക്സ്ട്രാ നമ്മള് ആ ഒരു സർജറിക്കൊക്കെ ചെയ്യുന്ന ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെ ഇല്ലേ, അങ്ങനെ ആ ഒരു ഡ്രസ് ഐറ്റംസ് ഒക്കെ കൊണ്ടുവരുന്ന ഒരു ട്രോളി കേട്ടോ. ദെൻ വീൽ ചെയർ, ദെൻ സ്ട്രക്ചർ കേട്ടോ. അതുകൂടി ഒന്ന് വായിക്കാം. ദെൻ അടുത്ത ഭാഗത്തേക്ക് പോകാം. ഓക്കെ, കംപ്ലീറ്റ് ആയോ? വായിച്ചോ? അത്രയും 10 എക്യുപ്മെന്റ് വായിച്ചോ? ഓക്കെ. ദെൻ ഒരു 3-4 എക്യുപ്മെന്റ് കൂടി നമുക്ക് നോക്കാം. ഒത്തിരി എക്യുപ്മെന്റ് ഉണ്ട്, കുറെ എടുക്കുന്നില്ല, അത്യാവശ്യം കുറച്ചും കൂടി നോക്കാലോ. നെക്സ്റ്റ് വൺ, ഫങ്ഷനിങ് മെഷീൻ. എന്താണ് ഫങ്ഷനിങ് മെഷീൻ? കേട്ടിട്ടുണ്ടോ എവിടെയെങ്കിലും? ഫങ്ഷനിങ് മെഷീൻ ഒക്കെ അറിയാവുന്നവരൊന്ന് കമന്റ് ചെയ്യണേ. ഫങ്ഷനിങ് മെഷീൻ അറിയില്ല? ഓക്കെ, കുഴപ്പമില്ല, നമുക്ക് പഠിക്കാം കേട്ടോ. നോക്കാം ഫങ്ഷനിങ് മെഷീൻ എന്താണെന്ന് നോക്കാം. എ ഫങ്ഷനിങ് മെഷീൻ ഇസ് എ മൂവബിൾ ഇൻസ്ട്രുമെന്റ് യൂസ്ഡ് ഇൻ ഫീൽഡ് ഓഫ് മെഡിസിൻ ഫോർ സക്കിംഗ് ഫ്ലൂയിഡ് ഫ്രം എ പേഴ്സൺസ് എയർവേസ് ആൻഡ് മൗത്ത് അല്ലെ. അതായത് എന്താണ്, നമുക്കറിയാം ഒരു വ്യക്തിയുടെ ഒരു പേഴ്സന്റെ ശ്വാസനാളത്തിൽ നിന്നോ അല്ലെങ്കിൽ വായിൽ നിന്നൊക്കെ ഫ്ലൂയിഡ്സ് ഒക്കെ ഇല്ലേ, ദ്രവങ്ങള്, അതിനെ നമ്മൾ വലിച്ചെടുക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ചലിക്കുന്ന ഒരു ഉപകരണമാണ് ഫങ്ഷനിങ് ചെയ്യാനായിട്ട്. മീൻസ് ആ ഫ്ലൂയിഡ് വലിച്ചെടുക്കാനായിട്ട്. ഇപ്പൊ നമുക്ക് കോവിഡ് ടെസ്റ്റ് ഒക്കെ ചെയ്യുമ്പോൾ നമ്മളുടെ ഉള്ളിൽ നിന്ന് വായിൽ നിന്ന് ഒരു ഫ്ലൂയിഡിനെ വലിച്ചെടുക്കുകയല്ലേ ചെയ്യുന്നത്. അപ്പൊ അതുപോലത്തെ ഒരു ചെറിയൊരു മെഷീനാണ്, മൂവബിൾ ആയിട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു മെഷീനാണ്. നമ്മുടെ ഉള്ളിലെ ഫ്ലൂയിഡ്സിന് വായിൽ നിന്നൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, വലിച്ചെടുക്കുന്ന ഒരു മെഷീനാണ് ഫങ്ഷനിങ് മെഷീൻ കേട്ടോ.
ഇനി ഹോസ്പിറ്റലിൽ പോകുമ്പോ കണ്ടിട്ടില്ലെങ്കിൽ ഇത് കാണുമ്പോൾ ഫങ്ഷനിങ് മെഷീൻ ആണൊക്കെ ഒന്ന് നോക്കാം, ചെക്ക് ചെയ്യാട്ടോ. നെക്സ്റ്റ് വൺ ഫ്ലോ മീറ്റർ. ഇത് കണ്ടു കാണുമല്ലോ എവിടെയെങ്കിലും, കണ്ടിട്ടുണ്ടോ, പരിചയമുണ്ടോ എവിടെയെങ്കിലും? നമ്മൾ കണ്ടിട്ടൊക്കെ ഉണ്ട്, പക്ഷെ നമുക്ക് അറിയില്ല എന്നുള്ളൂ അല്ലെ. കണ്ടിട്ടൊക്കെ ഉണ്ടാകും, പക്ഷെ നമുക്ക് അതിനെപ്പറ്റി വലിയ അറിവൊന്നുമില്ല അല്ലെ. ഓക്കെ. ഓക്സിജൻ സിലിണ്ടർ അല്ല, ഓക്സിജൻ സിലിണ്ടറിന്റെ അവിടെ ഉണ്ടാവും. നെബുലൈസറിന്റെ അടുത്തും അങ്ങനെയുള്ള ഏരിയയിലൊക്കെ ഉണ്ടാവും. ഈ വാർഡല്ല നമ്മൾ ആ എമർജൻസി കാഷ്വാലിറ്റിയിൽ ആ ഒരു ടേബിളുമേക്കൊക്കെ മീൻസ് ആ ഒരു കട്ടിലുമേക്ക് സെറ്റ് ചെയ്തിട്ടുണ്ടാവും ചിലപ്പോ അല്ലെ. നോക്കാട്ടെ എന്താണെന്ന്. ഫ്ലോ മീറ്റർ, a device control and gauge of the flow of fluid and gas. In anesthetic gas machine, it is flow meter that gases by speed of flow based on their viscosity and density. അല്ലെ, അതായത് ഒരു ദ്രാവകത്തിന്റെയോ അല്ലെങ്കിൽ ഏതെങ്കിലും വാതകത്തിന്റെയോ ഒഴുക്കിനെ നിയന്ത്രിക്കുകയും അളക്കുകയും ചെയ്യുന്നതാണ് ഈ ഒരു ഫ്ലോ മീറ്റർ കൊണ്ടുവരുന്നത്. അതായത് എന്താണ്, വിസ്കോസിറ്റിയും സാന്ദ്രതയൊക്കെ അടിസ്ഥാനത്തിൽ ഈ ഒരു ഫ്ലൂയിഡ്സ് കാര്യങ്ങളൊക്കെ അതിന്റെ അളവ് നിയന്ത്രിക്കാനും അതുപോലെ തന്നെ അതിനെ അളക്കുന്ന ഒരു ഉപകരണമാണ് ഈ ഒരു ഫ്ലോ മീറ്റർ എന്ന് പറയുന്നത് കേട്ടോ. ഇനി അതിന്റെ ഷോർട്ട് നോട്ട് പോലെ തരാം കേട്ടോ. ഇത് എടുത്തു കഴിഞ്ഞിട്ട് ചില എക്യുപ്മെന്റ്സിന്റെ ചെറിയ രീതിയിലുള്ള ഒരു ഷോർട്ട് നോട്ട് തരാം. മീൻസ് ഇവിടെ ഫ്ലൂയിഡ്സും മറ്റു കാര്യങ്ങളൊക്കെ ഇല്ലേ, ദ്രാവകങ്ങളും, അതിനൊക്കെ എന്ത് ചെയ്യാനാണ്, അതിന്റെ ആ ഒരു നിരക്കിനെ കുറയ്ക്കാനും. ഇപ്പൊ ഓക്സിജൻ ഒക്കെ ആണെങ്കിൽ ഓക്സിജൻ കൊടുക്കുന്നതിന്റെ ആ ഒരു അളവിനൊക്കെ മീൻസ് ആ അളവിനെ നിയന്ത്രിക്കാനൊക്കെയാണ് ഈ ഒരു മെഷീനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. ദെൻ നെക്സ്റ്റ് വൺ സിറിഞ്ച് പമ്പ്. സിറിഞ്ച് പമ്പ്, എന്ത് സിറിഞ്ച് പമ്പ് എന്ന് പറയുമ്പോൾ തന്നെ അറിയാൻ പറ്റുമല്ലോ എന്തിനു വേണ്ടിയിട്ടായിരിക്കും സിറിഞ്ച് പമ്പ്, എന്തിനായിരിക്കും സിറിഞ്ച് പമ്പ് ഉപയോഗിക്കുന്നത്? എന്തിനാ സിറിഞ്ച് പമ്പ് ഉപയോഗിക്കുന്നത്? ഇഞ്ചക്ഷൻ ആണ്. ഓക്കെ. നോക്കാം കേട്ടോ, സിറിഞ്ച് പമ്പ് നോക്കാം. A syringe driver or syringe pump is a little infusion pump. ഇതൊരു ചെറിയൊരു ഇൻഫ്യൂഷൻ പമ്പാണ്. Some consist of infuse and with draw capability used to administer gradually small amount of fluid. ചെറിയൊരു ഫ്ലൂയിഡിന് without medication to a patient or used in chemical and biomedical research. അതായത് ചെറിയൊരു ഇൻഫ്യൂഷൻ പമ്പാണ് ഈ ഒരു സിറിഞ്ച് പമ്പ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ വളരെ ക്രമേണ ചെറിയൊരു അളവിൽ ദ്രാവകം നൽകുന്നതിന്, അതായത് ഒരു രോഗിക്ക് ഇപ്പോൾ മരുന്ന് ഉപയോഗിച്ചോ അല്ലെങ്കിൽ അല്ലാതെയോ കെമിക്കൽ ബയോമെഡിക്കൽ ഗവേഷണത്തിനൊക്കെ ഇത് ഉപയോഗിക്കുന്നുണ്ട്. മീൻസ് ചെറിയ അളവിൽ ആ ഒരു മെഡിസിന് ഈ സിറിഞ്ചിലേക്ക് പമ്പ് ചെയ്യിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഉപകരണം. കൃത്യമായിട്ടുള്ള അളവിൽ ദ്രാവകം എത്തിക്കുന്നതിന് ഒന്നോ അതിലധികമോ സിറിഞ്ചുകൾ ഇതിൽ ഉണ്ടായിരിക്കും എന്നാണ് പറയുന്നത് ഈ ഒരു പമ്പിൽ. മീൻസ് ആ ഒരു സിറിഞ്ചിലോട്ട് ആ മെഡിസിൻ ചെറിയൊരു അളവിൽ കയറ്റാൻ വേണ്ടിയിട്ടുള്ള ഒരു പമ്പാണ് സിറിഞ്ച് പമ്പ് എന്ന് പറയുന്നത്. ഓക്കെ, അതിന്റെ ഷോർട്ടായിട്ട് നോട്ട് തരാട്ടോ, പേടിക്കണ്ട, നോക്കാം. ദെൻ സ്റ്റെതസ്കോപ്പ്. സ്റ്റെതസ്കോപ്പ് എന്താണെന്ന് അറിയാലോ, പറയണോ ഞാൻ? വായിക്കാം അല്ലെ, നമുക്ക് അറിയാവുന്ന കാര്യമാണ്. നിങ്ങൾ എക്യുപ്മെന്റ് എന്തൊക്കെയാണ് കണ്ടിട്ടുള്ളതെന്ന് ചോദിച്ചപ്പോൾ ഫസ്റ്റ് പറഞ്ഞൊരു കാര്യമാണ് സ്റ്റെതസ്കോപ്പ് അല്ലെ. The stethoscope is an auditory medical device for osculation or listening to the inner sound of an animal or human body. അല്ലെ, ഒരു മനുഷ്യ ശരീരത്തിന്റെയോ അല്ലെങ്കിൽ അനിമൽസിന്റെയോ ഇന്നർ സൗണ്ട്, ഉള്ളിലെ നമ്മുടെ ഉള്ളിലത്തെ ആ സൗണ്ട്സുകൾ മനസ്സിലാക്കുന്ന ഒരു ഉപകരണമാണ് എന്താ സ്റ്റെതസ്കോപ്പ് എന്ന് പറയുന്നത്. അതൊരു മെഡിക്കൽ ഡിവൈസസ് ആണ്. ഈ അസ്കുലേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആന്തരാവയവങ്ങളിൽ നിന്നുള്ള പരിശോധന, മീൻസ് ഉള്ളിൽ നിന്നുള്ള സൗണ്ട്സും ആ ഒരു പരിശോധനയാണ് കേട്ടോ അസ്കുലേഷൻ മീനിങ്, ആന്തര അവയവ പരിശോധന. ഓക്കെ, ഇറ്റ് വിൽ ഹാവ് എ സ്മോൾ ഡിസ്ക് ഷേപ്ഡ് റെസോനേറ്റർ അല്ലെ, ഒരു ചെറിയൊരു വട്ടത്തിലുള്ള ഒരു ഡിസ്കിന്റെ ഷേപ്പിൽ ഒരു കുഞ്ഞു സംഭവമാണ് നമ്മളുടെ നെഞ്ചത്തും പുറത്തൊക്കെ ഡോക്ടർ വെച്ച് നോക്കില്ലേ, ഒരു വട്ടത്തിൽ ചെറിയൊരു ഡിസ്ക് പോലത്തെ ഒരു സംഭവം അല്ലെ. ദാറ്റ് ഈസ് പുട്ട് അഗെയിൻസ്റ്റ് ദ ചെസ്റ്റ്, നമ്മുടെ ചെസ്റ്റിൽ വെക്കും അല്ലെ. ആൻഡ് 2 ട്യൂബ്സ് കണക്റ്റഡ് ടു ഇയർ പീസസ്, 2 പീസസ് ആ ഡോക്ടറിന്റെ ചെവിയിലോട്ട് കണക്ട് ചെയ്തിട്ടുണ്ടാവും അല്ലെ. കാരണം നമ്മുടെ ഹൃദയത്തിൽ ഈ ഒരു ഡിസ്ക് പോലത്തെ സംഭവം നമ്മളുടെ ചെസ്റ്റിൽ വെക്കും. എന്നിട്ട് എന്താണ് അത് കണക്ട് ചെയ്തിരിക്കുന്നത് എവിടെയാണ്? ഡോക്ടറിന്റെ ചെവിട്ടിൽ. ഡോക്ടറിന് അറിയാൻ പറ്റും നമ്മുടെ ഉള്ളിലുള്ള ഇന്നർ സൗണ്ട്സും ഇപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു സ്റ്റെതസ്കോപ്പ് വെക്കുമ്പോഴാണ് ആൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോ 2 ട്യൂബ്സ് കണക്റ്റഡ് ഇയർ പീസസ്. ഇറ്റ് ഈസ് ഓപ്പൺ ടു യൂസ്ഡ് ഹിയർ ദ സൗണ്ട് ഓഫ് ദ ലങ്സ് ആൻഡ് ഹാർട്ട് അല്ലെ. അപ്പൊ ലങ്സിന്റെയും ഹാർട്ടിന്റെയും സൗണ്ട്സ് ഡോക്ടറിന് നോക്കുമ്പോൾ ഈ ഒരു ഇത്
ചെവിട്ടിൽ വെക്കുമ്പോൾ നമ്മളുടെ ചെസ്റ്റിൽ വെച്ച് ഡോക്ടറിന്റെ ചെവിട്ടിൽ വെക്കുമ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? മനസ്സിലാക്കാൻ സാധിക്കും അല്ലെ? ചിലപ്പോ നമ്മൾക്ക് വെച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കാൻ സാധിക്കും. അത് നമ്മൾക്ക് ചിലപ്പോ അത്ര ക്ലിയർ ആയിട്ട് മനസ്സിലാവില്ല. പക്ഷെ ആ ഒരു പ്രൊഫഷണൽ എന്ത് ചെയ്യാൻ പറ്റും? അദ്ദേഹത്തിന് ഇത് നോക്കിയിട്ട് എങ്ങനെയാണോ ലങ്സിന്റെയും മറ്റു ഹാർട്ടിന്റെയും സൗണ്ട്സും കാര്യങ്ങളും എന്ത് ചെയ്യാൻ പറ്റും? മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു. ഓക്കെ, സ്റ്റെതസ്കോപ്പ് ക്ലിയർ ആയോ? ക്ലിയർ ആയോ? ഓക്കെ, വായിച്ചു നോക്കിക്കോളൂ. ഇപ്പൊ പറഞ്ഞ 4 എണ്ണം ഒന്ന് വായിക്കാം. സങ്ഷനിങ് മെഷീൻ വായിക്കാം, ഫ്ലോ മീറ്റർ കേട്ടോ. പെട്ടെന്ന് വായിക്കണേ. ക്ലിയർ ആണോ ഞാൻ പറയുന്നത്? ക്ലിയർ ആണോ നിങ്ങൾക്ക്? ഓക്കെയാണോ? നല്ല മഴയാണ് ഇവിടെ, അപ്പൊ ഞാൻ ക്ലിയർ ആണോ എന്ന് ചോദിച്ചത്. വേറെ സൗണ്ട്സ് ഒന്നും വരില്ലല്ലോ, നല്ല മഴയാണ്. ഓക്കെ, സിറിഞ്ച് പമ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? നമ്മൾ ആ ഒരു സിറിഞ്ചിലേക്ക് മരുന്ന് മെഡിസിൻസ് നിറക്കില്ലേ, ആ ഒരു ചെറിയൊരു മെഷീൻ ആണ് കേട്ടോ. നോട്ട് തരാം, ചെറിയൊരു കുഞ്ഞു നോട്ട് തരാം കേട്ടോ. ഫ്ലോ മീറ്റർ വായിക്കാം, സിറിഞ്ച് പമ്പ് വായിച്ചു നോക്കാം കേട്ടോ. Then last one, stethoscope വായിക്കാം. ഓക്കെ, കംപ്ലീറ്റ് ആയോ? വായിച്ചോ? നിങ്ങളൊന്ന് നോട്ട്ബുക്ക് എടുക്കുക. എല്ലാവരും നോട്ട്ബുക്കും പെന്നും എടുക്കുക കേട്ടോ. പെട്ടെന്നായിക്കോട്ടെ. ചെറിയൊരു എല്ലാ എക്യുപ്മെന്റും ഒന്നും തരുന്നില്ല. അത്യാവശ്യം നിങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നിയ എക്യുപ്മെന്റ്സിന്റെ ഷോർട്ട് നോട്ട് പോലെ തരാം കേട്ടോ. നോട്ട്ബുക്ക് എടുക്കുക, പെൻ എടുക്കുക. എടുത്തെല്ലാവരും റെഡിയായോ? ഓക്കെ, നോട്ട്ബുക്കും പേനൊക്കെ എടുത്ത് റെഡിയായോ? ചാപ്റ്ററിന്റെ പേര് എഴുതിക്കോളൂ. മെഡിക്കൽ എക്യുപ്മെന്റ്സ് കേട്ടോ. ചാപ്റ്ററിന്റെ നെയിം കൊടുക്കുക, മെഡിക്കൽ എക്യുപ്മെന്റ്. ചാപ്റ്റർ 33 മെഡിക്കൽ എക്യുപ്മെന്റ്. എഴുതിയ മെഡിക്കൽ എക്യുപ്മെന്റ്സ് പേര് കൊടുത്തോ? ഫസ്റ്റ് വൺ ഒന്നെന്ന് എഴുതുക. ഫസ്റ്റ് വൺ അത് ആദ്യത്തെ എക്യുപ്മെന്റ് ആണ്. ഡിഫിബ്രിലേറ്റർ. ഡിഫിബ്രിലേറ്റർ. ഡിഫിബ്രിലേറ്റർ എഴുതിയോ? ഡിഫിബ്രിലേറ്ററിന് ഓക്കെ, ഇനി എഴുതിക്കോളൂ.
ഡിഫിബ്രിലേറ്റർ എന്ന് എഴുതാ, ഒരു ഹൈഫൻ ഇട്ടിട്ട് എഴുതിക്കോളൂ. ഡിവൈസ് apply an electric charge. Device apply an electric charge or current to the heart. Device apply an electric charge or current to the heart to restore a normal heartbeat. ഒന്നുകൂടി പറയാം. ഡിവൈസ് ആൻഡ് ഡിഫിബ്രിലേറ്ററിന് എഴുതാ, എന്നിട്ടൊരു ഹൈഫൻ ഇടാ. ഡിവൈസ് അപ്ലൈ ആൻഡ് ഇലക്ട്രിക് ചാർജ് ഓർ കറന്റ് ടു ദി ഹാർട്ട് ടു റീസ്റ്റോർ എ നോർമൽ ഹാർട്ട് ബീറ്റ്. ക്ലിയർ ആയോ? എഴുതിയോ? ഓക്കെ, കംപ്ലീറ്റ് ആയില്ലേ? സെക്കൻഡ് വൺ എഴുതിക്കോളൂ. ലാറിംഗോസ്കോപ്പ് കേട്ടോ, ലാറിംഗോസ്കോപ്പ്. തെർമോമീറ്റർ ഒന്നും വേണ്ടാലോ, അറിയാത്തത് മാത്രം എഴുതിയാൽ മതി കേട്ടോ. ലാറിംഗോസ്കോപ്പ്. ലാറിംഗോസ്കോപ്പ് എഴുതാം. ലാറിംഗോസ്കോപ്പ് എന്ന് എഴുതിക്കൊണ്ട് ഒരു കുഞ്ഞു ഹൈഫൻ ഇടാം, എന്നിട്ട് എഴുതാം. ലാറിംഗോസ്കോപ്പ് is a procedure. Laryngoscope is a procedure. Healthcare providers used to. Laryngoscope is a procedure healthcare providers used to examine your larynx. ഒന്നുകൂടി പറയണോ? എഴുതിയോ? ഓക്കെ, ലാറിംഗോസ്കോപ്പ് ഒന്നുകൂടി പറയാം, ശ്രദ്ധിക്കുക. ലാറിംഗോസ്കോപ്പ് ഈസ് എ പ്രൊസീജിയർ healthcare provider used to examine your larynx. Okay. Next one, ECG എഴുതിക്കോളൂ കേട്ടോ. ECG ഇലക്ട്രോകാർഡിയോഗ്രാഫ്. ECG എഴുതിക്കൊണ്ട് ഒരു ഹൈഫൻ ഇടാം. ECG is the simplest and ECG is the simplest and fastest test. ECG is the simplest and fastest test used to evaluate the heart. ഇങ്ങോട്ട് പറയണോ? ECG എഴുതിയോ? കംപ്ലീറ്റ് ആയോ? റിപ്പീറ്റ് വേണോ? ഓക്കെ,
ദെൻ നെക്സ്റ്റ് നിങ്ങൾ BMI ഒന്ന് എഴുതിക്കോളൂ. BMI ഒരു ആരോ മാർക്ക് വരക്കാം. ബോഡി മാസ് ഇൻഡെക്സ്. BMI എന്ന് എഴുതാ, ഒരു ഹൈഫൻ ഇടാ, നിങ്ങൾ ഒരു ആരോ മാർക്ക് വരച്ചിട്ട് ബോഡി മാസ് ഇൻഡെക്സ്. Okay. Then next one എഴുതിക്കോളൂ. functioning machine. functioning machine എഴുതിക്കോളൂ കേട്ടോ. ഏതാ? മെഡിക്കൽ ഡിവൈസ്. functioning machine ഹൈഫൻ ഇടാ. മെഡിക്കൽ ഡിവൈസ് used to medical device used to medicine for sucking fluids from a person's airways and mouth. Person's airways and mouth. Medical device used to medical for sucking fluids from a person's airways and mouth. Complete ആയോ? നെക്സ്റ്റ് വൺ ഫ്ലോ മീറ്റർ എഴുതിക്കോളൂ. ഫ്ലോ മീറ്റർ കേട്ടോ. ഫ്ലോ മീറ്റർ എന്ന് എഴുതാ, ഒരു ഹൈഫൻ ഇടാ. യൂസ്ഡ് ടു മെഷർ. ഫ്ലോ മീറ്റർ ആണേ പറയുന്നത്. യൂസ്ഡ് ടു മെഷർ the volume or mass of a volume or mass of a gas or liquid. എന്നിട്ട് പറയണോ? ഫ്ലോ മീറ്റർ used to measure the volume or mass of a gas or liquid. എഴുതിയോ? Okay, then last one, syringe pump. കൂടി എഴുതിക്കോളൂ. syringe pump എന്ന് എഴുതാ. syringe pump hyphen ഇടാ, എഴുതാ. to deliver a very small amount of medications, means medicines at all. To deliver a very small amount of medication. എഴുതിയോ? കംപ്ലീറ്റ് ആയോ? ഓക്കെ. ഓക്കെ, അപ്പൊ നമ്മള് ഇന്ന് മെഡിക്കൽ എക്യുപ്മെന്റ് ചാപ്റ്ററില് 14 എക്യുപ്മെന്റുകളാണ് പഠിച്ചത്. സ്റ്റെതസ്കോപ്പ് വരെ നമ്മൾ പഠിച്ചു. ഇതിനൊപ്പം തന്നെ പഠിച്ചത് വിചാരിക്കുന്നു. പിന്നെ അത്യാവശ്യം നിങ്ങൾക്ക് അറിയാൻ പാടില്ലാത്തതാണ് വളരെ ഷോർട്ട് ആക്കിയിട്ടുള്ള ഒരു നോട്ട് തന്നിരിക്കുന്നത്. അപ്പൊ എന്ത് ചെയ്യാം? ഇത്രയും മെഡിക്കൽ എക്യുപ്മെന്റ്സുകൾ പഠിച്ചിരിക്കണം. ഇനിയുണ്ട്, നമ്മൾ ഇത്രയും എടുത്തിട്ടുള്ളൂ അല്ലെ. അധികം ഒത്തിരി ആയിട്ടുണ്ടെങ്കിൽ അത് പഠിക്കാനും ബുദ്ധിമുട്ടായിരിക്കും. ഇത്രയും പോരെ? ഒരു ദിവസം നമ്മൾ 14 എക്യുപ്മെന്റ്സ് പഠിക്കില്ലേ? അധികം എത്രയും
മിസ് സങ്ഷനിങ് മെഷീൻ ഒന്നുകൂടെ പറയോ? അതിന്റെ സങ്ഷനിങ് മെഷീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മള് ഈ ഫ്ലൂയിഡ്സിനെയൊക്കെ സക്ക് ചെയ്തെടുക്കില്ലേ, മീൻസ് നമ്മള് എന്താ പറയാ ആ ഒരു ഫ്ലൂയിഡ്സിനെ നമ്മള് ഒരു ഇപ്പോ മീൻസ് ആ ഒരു കോവിഡ് ടൈമില് നമ്മൾ ഈ കോവിഡ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വായിൽ നിന്നും മീൻസ് മുക്കിൽ നിന്നൊക്കെ മിസ് അതൊക്കെ നോട്ട് ഒരെണ്ണം വിട്ടുപോയി. അത് നോട്ട് പറഞ്ഞില്ലേ? അല്ലേ? ഓക്കെ ഓക്കെ, എഴുതിക്കോളൂ. സങ്ഷനിങ് മെഷീൻ, മെഡിക്കൽ ഡിവൈസ് used for medical device used to medicine for sucking fluids from a person's airways and mouth. നിങ്ങളുടെ ആ PDF-ലുള്ളത് പോലെ തന്നെ അത് മാക്സിമം ഷോർട്ട് ആണ് തന്നിരിക്കുന്നത്. ഓക്കെ, അത് എനിക്ക് സക്കിംഗ് ആണ് കിട്ടായിരുന്നേ, അതായിരുന്നു ഡൗട്ട്. ഓക്കെ പറയാം. അപ്പൊ ഇത്രയും എടുത്തിട്ട് കുഴപ്പമൊന്നുമില്ലല്ലോ, നമ്മൾ ഒത്തിരി ഉണ്ട്. ഇനി കുറച്ചുകൂടി എക്യുപ്മെന്റ്സ് പഠിക്കാനുണ്ട്. നമ്മൾ ഒറ്റയടിക്ക് എല്ലാം കൂടി പഠിച്ചിട്ടുണ്ടെങ്കിൽ ഒന്നും തലയിൽ കയറില്ല അല്ലെ. അത്യാവശ്യം കുറച്ച് ഇതില് നമ്മൾക്ക് കോമൺ ആയിട്ട് അറിയാവുന്ന കാര്യങ്ങളുണ്ട്, അത് വേറെ നമ്മൾ എക്സ്ട്രാ പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷെങ്കിലും കുറച്ച് ഇനിയിപ്പോ അടുത്ത് വരുന്നത് ചിലപ്പോൾ നമുക്ക് അത്യാവശ്യം അറിയാൻ പാടില്ലാത്ത, ഒട്ടും തന്നെ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള എക്യുപ്മെന്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അല്ലെ. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ കൂടുതലായിട്ട് എടുത്തു പോകാത്തത്. നമുക്ക് അത്യാവശ്യം പഠിക്കുന്നത്രയും നമുക്ക് ഭംഗിയായിട്ട് പഠിച്ചു പോകണം, എന്നിട്ട് നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാൽ മതി. ഓക്കെ, ഇത്രയും മതിയില്ല നമുക്ക് സ്റ്റെതസ്കോപ്പ് വരെ അല്ലേ. അപ്പൊ എന്ത് ചെയ്യാ, അടുത്ത ക്ലാസ്സിൽ ഇതുവരെയുള്ള എക്യുപ്മെന്റ്സുകൾ എന്ത് ചെയ്യാം ഒന്ന് പഠിച്ചു വെക്കുക. പിന്നെ ഷോർട്ട് നോട്ട് തന്നിട്ടുണ്ട്, അപ്പൊ അതനുസരിച്ചിട്ട് എന്ത് ചെയ്യാം ഷോർട്ട് നോട്ട് ഒന്ന് വായിക്കാം. നെക്സ്റ്റ് വരുന്ന അടുത്ത എക്യുപ്മെന്റ്സിലും ഇതുപോലെ നിങ്ങൾക്ക് അറിയാൻ പാടില്ലാത്തതാണെങ്കിൽ മാക്സിമം ഞാൻ ഷോർട്ടായിട്ട് ചെറിയൊരു ഷോർട്ട് നോട്ട് പോലെ തയ്യാറാക്കാം. ഓക്കെ, ഇനി ഡൗട്ട്സും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ? എല്ലാ ക്ലാസ്സും നന്നായിട്ട് പോകുന്നില്ലേ? അറ്റൻഡ് ചെയ്യുന്നില്ല എല്ലാവരും ക്ലാസ്സുകളും മോക്ക് ടെസ്റ്റുകളും ആണോ? ഓക്കെ ഉണ്ട്. ഓക്കെ ഓക്കെ, നമുക്ക് 2 ദിവസം ക്ലാസ് ഉണ്ടായിരുന്നില്ല. എന്നിട്ട് നിങ്ങൾ പഠിച്ചോ? എന്തെങ്കിലുമൊക്കെ ആ ടൈമിൽ ഇരുന്ന് വായിച്ചായിരുന്നോ? അല്ലെങ്കിൽ പഠിച്ചായിരുന്നോ? എന്തെങ്കിലുമൊക്കെ വായിച്ചോ? ഇന്നലൊന്നും ക്ലാസ് ഉണ്ടായിരുന്നില്ലല്ലോ? ഉണ്ടായിരുന്നില്ല, പക്ഷെ നല്ല ടെൻഷനിലായിരുന്നു. നമ്മുടെ ഈ ഇതില് ഗ്രൂപ്പിലുള്ള ഒരു കുട്ടിയുടെ അവിടെ ചൂരൽമലയാണ് വീട്, അവിടെ ഉരുൾപൊട്ടലൊക്കെ ഉണ്ടായില്ലോ. ഓക്കെ ഓക്കെ, അത്യാവശ്യം എനിക്ക് തോന്നുന്നു കുറച്ച് ഏരിയകളിലൊക്കെ നല്ല മഴയും ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു തോന്നണം അല്ലെ. ഇപ്പൊ ഒന്ന് അത്യാവശ്യം ഇവിടെ നല്ല മഴയാണ്. ഇപ്പൊ രാവിലെ ഒരു വെയിലൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പൊ നല്ല മഴയാണ്. എല്ലാവരുടെയും ഏരിയകളിൽ അങ്ങനെയൊക്കെ തന്നെയാണോ? മഴയൊക്കെ ഉണ്ട് ഇപ്പോഴും? നല്ല മഴയുടെ മഴ പെയ്തോണ്ടിരിക്കുകയാണ്. ഓക്കെ, മഴ വരുമ്പോ പിന്നെ നിങ്ങൾക്ക് റേഞ്ചിന്റെ പ്രോബ്ലംസ് വരാം അല്ലെ. അതുകൊണ്ടാണെന്ന് തോന്നുന്നത് സ്ട്രെങ്ത് വളരെ കുറവ് പോലെ തോന്നി അല്ലെ. പക്ഷെ ഓരോരുത്തരുടെ ഏരിയയിലെ പ്രശ്ന സിറ്റുവേഷൻ എന്തെങ്കിലും ആയിരിക്കാം. ഓക്കെ, എല്ലാം റെഡി ആവും അല്ലോ. മഴയൊക്കെ പെട്ടെന്ന് മാറി എല്ലാവരും നല്ലൊരു കാലാവസ്ഥയൊക്കെ ലഭിക്കട്ടെ അല്ലെ. ഓക്കെ, അപ്പോ താങ്ക് യു ഓൾ. Thank you, ma'am. താങ്ക് യു മാം. Thank you, ma'am.